ഫ്രണ്ട്സ്, പെരുന്നാളും നോമ്പെല്ലാം എവിടെ എത്തി? നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ഇതാ ഇന്ന് രണ്ടാം പെരുന്നാളാണ്. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്ന് രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളാട്ടോ ഷോർട്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറേ ദിവസമായി ഞാൻ ഷോർട്സും വീഡിയോസൊക്കെ ഇട്ടിട്ട്, പക്ഷേ ഇന്ന് ഇതാ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ വീണ്ടും ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചിട്ടോ. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് എൻ്റെ ബ്രദറിൻ്റെ വീട് കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ ബ്രദറിൻ്റെ വീടാണ്, ഇത് നമ്മുടെ വീടാണ്. പിന്നെന്താ വിശേഷങ്ങളൊക്കെ. അപ്പം ഞാൻ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഒരു പിമ്പിൾസ് വന്നിക്കണം, സ്വാഭാവികം, പെണ്ണുങ്ങളാണ്, അപ്പോൾ അത് ആരും ശ്രദ്ധിക്കണ്ട. ഓക്കെ, മൈലാഞ്ചിയൊക്കെ ഇട്ട് കേട്ടോ പോയി തുടങ്ങി. ഞാൻ തന്നെ എൻ്റെ സ്വന്തം കഴിഞ്ഞാൽ ഇട്ടതാണ്. മക്കളൊക്കെ നല്ല ഉറക്കാണ്, ട്രാൻസ്ലേഷനിൽ അടിപൊളി ലുക്കായിട്ട് വാങ്ങാനുണ്ട്. ഈ പത്തും അതുപോലെ തുടങ്ങുന്നുണ്ട്. ഇതാണ് എൻ്റെ ഹിബമോൾ. എനിക്ക് സുന്ദരിയായിട്ട് വന്നിരിക്കണം, ഉറങ്ങി നീച്ച് വന്നിരിക്കണം. ആ, വിശാലിനെ കാണിക്കണം. ഓക്കെ, ഇനി അവർക്ക് ഉറങ്ങി എണീറ്റ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പുട്ടിന് പഴമുണ്ട്, പിന്നെന്താ നല്ല ചെറുപയർ കറിയാ. ഓക്കെ, നല്ല ചെറുപയർ കറിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ ബിരിയാണി പായസം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നിതാ നല്ല മോര് കറിക്കുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ നല്ല ബീഫ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പുറത്താട്ടോ ഫുഡാക്കണത്, ഉള്ളിലൊന്നും ആക്കണ്ട വിചാരിച്ചിട്ട് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് അതിലാണ് ഫുഡാക്കണത്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം ഫ്രണ്ട്സ്. രാവിലെ പുട്ടും പഴമാണ് കേട്ടോ. എനിക്ക് രാവിലെ നല്ല പുട്ടും പഴമുണ്ട്. ചെറുപയർ കറിയാണ്, പക്ഷെ എനിക്കിഷ്ടമല്ല. എന്നാലും ചെറുപയർ കഴിക്കാൻ വേണ്ടി കുറച്ച് സൈഡിൽ വെക്കണ്ട കേട്ടോ. അപ്പുറത്തേക്ക് പോവാല്ലേ? പറ്റിച്ചതാ ഫ്രണ്ട്സ്, പറ്റിച്ച ആൾ ഫോട്ടോ വിചാരിച്ചു. ഞാൻ അടുത്ത വീഡിയോസ് ആക്കിയിട്ടുണ്ട്. ഒരു വെയില ഫ്രണ്ട്, ഞങ്ങൾ വന്നതിന് ശേഷം വിരുന്ന് പോയിട്ടോ. ഹിബു നല്ല വെയില്, പൊട്ടണ വെയില്. ഇത് ഹിബമോളുടെ മുടിയുണ്ട് കേട്ടോ. ബണ്ണ് കയ്യിലിട്ട് അത് ഊരണം. അപ്പൊ ഫ്രണ്ട്സ്, ബാക്കി വീഡിയോ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരെ എന്നെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പൊ ബൈ.